Assalamualaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ നല്ലൊരു ഓംലെറ്റ് ആണ് തയ്യാറാക്കുന്നത്. സാധാരണ ഓംലെറ്റ് പോലെയല്ല, പൊട്ടാറ്റോയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ബ്രെഡിന്റെയും ചപ്പാത്തിന്റെയും ഒക്കെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഓംലെറ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഓയിലൊന്ന് ചൂടായി വന്നതിലേക്ക് ഇനി പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. പൊട്ടാറ്റോ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊട്ടാറ്റോ ഈ ഓയിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ പൊട്ടാറ്റോ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. സവാളയും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയുടെ കളറ് ചെറുതായി ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ മതി. ഇപ്പോൾ സവാളയുടെ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട്. 1 കപ്പോളം തക്കാളി ഉണ്ട് കേട്ടോ. ഇനി ഈ തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് പൊട്ടാറ്റോയും തക്കാളിയാണ് കൂടുതലായിട്ട് ചേർക്കുന്നത്. അത് രണ്ടും ഓരോരോ കപ്പ് എടുത്തിട്ടുണ്ട്. സവാള 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ മുളക് പൊടിയോ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഈ തക്കാളിയും പൊട്ടാറ്റോ ഒക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 5-6 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോഴേക്ക് വെന്ത് വരും. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർക്കുന്നതിന് മുന്നായിട്ട് ഈ മസാലയൊക്കെ പാനിൽ നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 5 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട നമുക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിന് മിക്സ് ചെയ്തെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ കൂടുതൽ ഉപ്പായി പോകരുത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ഇതുപോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായി ഒന്ന് കീറിയെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വരും. തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. മുട്ട അധികം വേവാതെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ മൂടി വെച്ചാൽ മതിയാവും. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒരു 7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതിൽ അത്യാവശ്യം ഓയിലൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. അതല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെയും റൊട്ടിൻ്റെയും ഒക്കെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ്. ഞാനിപ്പോൾ ഒരു ബ്രെഡ് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ട ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലൊരു സാൻഡ്വിച്ച് ആക്കി എടുക്കാം. എരിവ് ആവശ്യമില്ലെങ്കിൽ ഇതിലുള്ള മുളക് എടുത്ത് മാറ്റിയാൽ മതി. ഇപ്പോൾ എളുപ്പത്തിലുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനും നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ 8 മിനിറ്റൊക്കെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും വെന്ത് പോവാതെ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് വേണമെങ്കിൽ ഒരു 4-5 മിനിറ്റൊക്കെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.